പൗത്രത്തിലെ പുത്തൻ സ്റ്റോറിയിലേക്ക് ഏവർക്കും സ്വാഗതം. ഈ സ്റ്റോറി ഇഷ്ടപ്പെടുവാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ, അതുപോലെ തന്നെ ലൈക്ക് ചെയ്യണേ, സപ്പോർട്ട് ചെയ്യണേ. അങ്ങനെ വേദ വീട്ടിലേക്ക് വരുമ്പോൾ വിക്രം വീട്ടിലുണ്ട്. നേരെ വേദയാണെങ്കിൽ വിക്രമത്തിൻ്റെ അടുത്തോട്ട് ചെല്ലുകയാണ്. എന്താ വേദാളമേ, അല്ല നിങ്ങളാണെങ്കിൽ ഒരിക്കലും നന്നാവാൻ തീരുമാനിച്ചിട്ടില്ലേ? നിങ്ങൾ എന്തിനാ ആ ശ്രീനിവാസിൻ്റെ പുറകെ നടക്കുന്നത്? ഇപ്പോൾ ആണെങ്കിൽ അയാളാണെങ്കിൽ ഇലക്ഷന് അയാളെ സ്ഥാനാർത്ഥിയായിട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നു. അപ്പോൾ വിക്രം പറയാണ്, അത് നേരത്തെ ശ്രീനിസാറിന് കിട്ടേണ്ടതായിരുന്നു, പക്ഷേ ഇപ്പോഴാണ് പാർട്ടി അതിനുള്ള തീരുമാനം എടുത്തെന്ന് പറയാണ്. അപ്പം വേദ പറയാണ്, അയാൾ എങ്ങനെയോ പോട്ടെ, അതെന്തോന്നും അറിയണ്ട. നിങ്ങൾ എന്തിനാ വീണ്ടും അയാളുടെ പുറകെ നടക്കുന്നത്? ഉണ്ടായെന്ന ലേബൽ മറയ്ക്കാനാണോ ഇപ്പോൾ രാഷ്ട്രീയക്കാരൻ്റെ കുപ്പായം എടുത്തിട്ടേക്കെന്ന് ചോദിക്കുകയാണ്. അയാൾ പാർട്ടിയുടെ തലവനായിട്ടിരിക്കുമ്പോൾ ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം ചെയ്യാൻ നിങ്ങളെപ്പോലൊരു ഗുണ്ട അയാളുടെ കൂടെ വേണം. അതിന് വേണ്ടിയാണ് അയാൾ ഇതെല്ലാം കാണിച്ചു കൂട്ടുന്നത്. പണ്ട് പിള്ള സാറിൻ്റെ കീഴിൽ നിന്ന് അയാൾ ചൂട്ടിയതുപോലെ ഇപ്പം അയാളുടെ കീഴിൽ നിന്ന് നിങ്ങൾ കാണിച്ചു കൂട്ടാനാണോ ഈ കാണിക്കുന്നതൊക്കെ എന്ന് ചോദിക്കുകയാണ് വേദ. ഒക്കെ കമലമ്മയും ശ്രീജിയും കൂടെ അവിടെ നിന്ന് കേൾക്കുന്നുണ്ട്. പക്ഷേ അവരിങ്ങനെ എന്തോന്നും ശ്രദ്ധിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. കാര്യം എന്താണെന്ന് ശ്രദ്ധിക്കുന്നുണ്ട്. വിക്രത്തിനാണെങ്കിൽ തിരിച്ചൊരു മറുപടിയും പറയാൻ വേദ സമയം കൊടുക്കുന്നില്ല. നിങ്ങൾ ഒരിക്കലും നന്നാവില്ല, ഞാൻ പലവട്ടവും പറഞ്ഞിട്ടുണ്ട്, പക്ഷെ നിങ്ങൾ നന്നാവത്തില്ല, നിങ്ങൾ തന്നെ തീരുമാനിച്ചിരിക്കുക. അവസാനം എന്താണെന്നറിയാവോ, നിങ്ങൾ ഒരിക്കലും ഇതിൽ നിന്ന് പുറത്ത് വരാനും പോകുന്നില്ല, നിങ്ങളുടെ അച്ഛനും അമ്മയും നിങ്ങളെ ഓർത്ത് നീറി കഴിയാനേ പറ്റത്തുള്ളൂ എന്നും പറഞ്ഞ് വേദ അങ്ങ് പോവുകയാണ്. അപ്പോഴത്തേക്ക് ശ്രീജയാണെങ്കിൽ അവളും എടുത്ത് പറയാണ്, ഈ വഴക്ക് ഇങ്ങനെ പോയാൽ ശരിയാകത്തില്ലമ്മേ, ഇപ്പം വഴക്ക് മൂർച്ഛിച്ച് കൂടി വരികയാണ്. അതുകൊണ്ട് തന്നെ അമ്മ ഇതിനകത്ത് ഇടപെട്ട് എന്താണെന്ന് വെച്ചാൽ ചെയ്യണം. ഞാൻ ഇന്നാളെ വേദയെടുത്ത് സംസാരിക്കാൻ ചെന്നിട്ട് വേദയാണെങ്കിൽ പഴയതുപോലെ ഞാൻ പറയുന്നതൊന്ന് കേൾക്കാനോ എന്നെ നീരസമായിട്ട് സംസാരിക്കുകയാണ് ചെയ്തത് എന്ന് ശ്രീജ പറയാണ്. അങ്ങനെ കമലമ്മയാണെങ്കിൽ നേരെ വേദ എടുത്തിട്ട് വരികയാണ്. വേദയാണെങ്കിൽ കിച്ചണിലേക്ക് വന്നപ്പം അങ്ങോട്ട് ചെന്ന് ചോദിക്കുകയാണ്, എന്താ മോളെ നിങ്ങൾ തമ്മിൽ സംസാരിക്കുന്നത് ഞാൻ ശ്രീജ അവിടെ നിന്ന് കേട്ടായിരുന്നു. അപ്പോൾ ശ്രീജ പറഞ്ഞായിരുന്നു മോളോട് സംസാരിക്കാൻ വന്നപ്പോൾ മോള് ശ്രീജയോട് അത്ര നന്നായിട്ട് സംസാരിച്ചില്ല എന്നുള്ള കാര്യം ശ്രീജ പറഞ്ഞു. വേദ പറയാണ്, ഞാൻ എന്താ പറയേണ്ട അമ്മേ, ആ ശ്രീനി സാറിൻ്റെ പുറകെ നടന്ന് ഒരിക്കലും വിക്രം നന്നാവത്തില്ലെന്ന് തീരുമാനിച്ചിരിക്കുകയാണ്. ഇനി അതിനെക്കുറിച്ചിട്ട് പറഞ്ഞിട്ട് എന്താ കാര്യം? അപ്പം കമലമ്മ പറയാണ്, ഞങ്ങളും അങ്ങനെയൊക്കെ തന്നെയല്ലേ വിചാരിച്ചത്. അവനാണെങ്കിൽ തെറ്റിലേക്ക് അറിയാതെ പോയതല്ലേ. അച്ഛൻ്റെ കയ്യിൽ നിന്ന് കിട്ടേണ്ട സാധനം കിട്ടാതെ വന്നപ്പോൾ ശ്രീനി സാറിൻ്റെ കയ്യിൽ നിന്ന് കിട്ടി. ആ വഴിക്ക് അയാൾ പോയി. ഇപ്പം അവർ തമ്മിൽ നല്ലൊരു ബന്ധമുണ്ട്, അത് നമുക്കെല്ലാവർക്കും അറിയാം. മോള് ഇത്രയും അവനെ മാറ്റിയെടുത്തില്ലേ, ഇനിയും മാറ്റാൻ പറ്റും. അപ്പോൾ വേദ പറയണം, അങ്ങനെയൊക്കെയായിരുന്നു എൻ്റെ വിശ്വാസം, പക്ഷേ മാറത്തില്ലെന്ന് എനിക്ക് ഉറപ്പായി. അങ്ങനെ പറയാതെ മോളെ, അവൻ മാറി വരും. എന്തായാലും അയ്യപ്പ സന്നിധിയിൽ പോയിട്ട് വരട്ടെ, എന്നിട്ട് നമുക്കിതിനൊരു തീരുമാനമെടുക്കാം. ഇപ്പോൾ വഴക്കിടേണ്ട സമയമല്ല. ഇപ്പോൾ അയ്യപ്പ ദർശനത്തിന് പോകുന്ന അവന് സമാധാനം കൊടുക്കുക, വഴക്കുണ്ടാക്കാതിരിക്കുക, അതൊക്കെയാണ് നമ്മളിപ്പോൾ ചെയ്യേണ്ടത്. ഇനി ഇതിൻ്റെ പേരിലൊരു വഴക്ക് വേണ്ട, നമുക്ക് പോയിട്ട് വന്നതിന് അവൻ അയ്യപ്പൻ്റെ അടുത്ത് പോയിട്ട് വന്നിട്ട് നമുക്ക് ഇതിനെക്കുറിച്ച് സംസാരിക്കാം എന്ന് പറയുകയാണ്. അപ്പോൾ വേദ പറയാണ്, ശരിയമ്മേ, ഒരു വഴക്കും ഉണ്ടാക്കത്തില്ല എന്ന് പറയാണ്. അപ്പം വേദയെടുത്ത് ചോദിക്കണം, മോളെ അയ്യപ്പ ദീപത്തിൻ്റെ കാര്യം മോളുടെ വീട്ടിൽ അറിയിക്കേണ്ടായോ? അവിടുന്ന് ആരെങ്കിലുമൊക്കെ വരുത്തില്ലേ, വിളിക്കണ്ടായോ എന്ന് ചോദിക്കുകയാണ്. അവിടെ ആരെയൊന്നും വരുത്തില്ല അമ്മേ, ആരും വിളിക്കാനും പോകണ്ട. അമ്മ പറയാണ്, അങ്ങനല്ല മോളെ, എന്തായാലും ഞാൻ പത്മത്തെ ഒന്ന് അറിയിക്കാൻ പോവുകയാണ്, വരുന്നെങ്കിൽ വരട്ടെ. അങ്ങനെ പത്മത്തെ വിളിച്ച് കമല അറിയിക്കുന്നുണ്ട്. അപ്പം നമ്മുടെ വേദയുടെ അച്ഛൻ എന്തൊക്കെയോ ഫയൽ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങോട്ടൊന്ന് പത്മം പറയാണ്, അത് വേദയുടെ വീട്ടിൽ ഒരു അയ്യപ്പ ദീപം നടത്തുന്നുണ്ട്, അപ്പം അങ്ങോട്ടേക്ക് ചെല്ലാനാ കമല വിളിച്ചു. വിക്രത്തിന് വേണ്ടിയുള്ള നേർച്ചയാണെന്ന് പറയാണ്. ആ സമയത്ത് കേട്ടോണ്ട് ശ്രീകാന്ത് വരികയാണ്. അവന് എന്ത് പൂജ നടത്തിയാലും അവനൊരു കാര്യമില്ല, അവൻ നന്നാവാൻ പോകുന്നില്ല എന്നും പറഞ്ഞുകൊണ്ട് വന്നിരിക്കുകയാണ്. അപ്പോൾ പത്മ പറയാണ്, അതൊന്നും പറയാൻ പറ്റത്തില്ല, ഒരാൾക്ക് എപ്പോൾ വേണമെങ്കിലും നന്നാവാം എന്ന് പറയാണ്. അപ്പം വേദയുടെ അച്ഛൻ ശങ്കരൻ ചോദിക്കുകയാണ്, എന്നിട്ട് പത്മ എന്താ പറഞ്ഞത്? ഞാൻ ഒന്നും പറഞ്ഞില്ല, പറ്റുമെങ്കിൽ ചെല്ലാൻ പറഞ്ഞ്. അപ്പോൾ ശങ്കരൻ പറയാണ്, ഇതൊക്കെ നല്ല കാര്യമൊക്കെ തന്നെ, പക്ഷെ ഒരു മര്യാദയില്ലേ, ഇവിടെ വേദയും വിക്രമൊക്കെ വന്നിട്ടില്ലേ, അപ്പം അവക്കും കമലമ്മയും കൂടെ ഇവിടെ വന്നല്ലേ വിളിക്കേണ്ടത്, അല്ലേ അതിൻ്റെ ഒരു മര്യാദ. അപ്പം പത്മ ഒന്നും മിണ്ടുന്നില്ല. ഇങ്ങോട്ട് മര്യാദ കാണിച്ചാൽ മാത്രം നമ്മൾ അങ്ങോട്ട് മര്യാദ കാണിച്ചാൽ മതിയെന്ന് ശങ്കരൻ പറയാണ്. അപ്പോൾ അത് കേൾക്കുമ്പോൾ ശ്രീകാന്തിൻ്റെ സന്തോഷമുണ്ട്. അപ്പം ഞാൻ എന്താ പറഞ്ഞതെന്ന് മനസ്സിലായല്ലോ പത്മയ്ക്ക്. പത്മ തലയാട്ടുകയാണ്. എന്നെങ്കിൽ പൊക്കോ, എനിക്ക് കുറച്ച് ജോലി ഉണ്ടെന്ന് പറഞ്ഞ് പത്മയെ പറഞ്ഞു വിടുകയാണ്. അത് കേട്ടപ്പോൾ ശ്രീകാന്തിന് ഭയങ്കര സന്തോഷമായി. ഈ സമയത്ത് വിക്രമത്തിൻ്റെ വീട്ടിലാണെങ്കിൽ മാഷിനെ തലവേദനയൊക്കെ എടുത്ത് വല്ലാതിരിക്കുകയാണ്. അപ്പം അങ്ങോട്ട് വന്ന് കമലമ്മയാണെങ്കിൽ നെറ്റിയിൽ എന്തൊക്കെയോ ഇട്ട് കൊടുക്കുന്നുണ്ട്. തലവേദന ഇതിടുമ്പോഴത്തേക്ക് തലവേദന കുറയും മാഷേ എന്ന് പറയാണ്. എന്നിട്ട് പറയാണ്, വേദയും വിക്രം തമ്മിൽ എന്തൊക്കെയോ പ്രശ്നമുണ്ട്, ശ്രീനിസാറിൻ്റെ പുറകിൽ വിക്രം നടക്കുന്നത് വേദയ്ക്ക് അത്ര ഇഷ്ടമല്ല. അപ്പം മാഷ് പറയാണ്, അവർ തമ്മിൽ എന്നാ പ്രശ്നമില്ലാത്ത, അവർ തമ്മിൽ എപ്പോഴും പ്രശ്നമില്ലേ, പിന്നെന്ത് പ്രത്യേകിച്ച്? ഇത് അതുപോലെയല്ല മാഷേ, അവർ തമ്മിൽ എന്തൊക്കെയോ വലിയ പ്രശ്നങ്ങളാണ്. വേദയ്ക്കാണെങ്കിൽ ഒരു സമാധാനമില്ല. ഞാൻ ആദ്യം വിചാരിച്ചത് മാഷ് കാണാതായതിൻ്റെ വിഷമമായിരിക്കുന്നു, പക്ഷെ അതല്ല കാര്യം, എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ട്. ഇന്ന് അവർ തമ്മിൽ സംസാരിക്കുന്നത് ഞാൻ കേട്ടായിരുന്നു, ശ്രീനിയുടെ
കാര്യം ശ്രീനി സാറിൻ്റെ കാര്യം പറഞ്ഞാണ് അവർ തമ്മിൽ പ്രശ്നം ഉണ്ടായത്. അപ്പം മാഷ് പറയാണ് എന്തായാലും ഇപ്പോൾ ഒന്നും സംസാരിക്കണ്ട, പോയിട്ട് വരട്ടെ, അയ്യപ്പനെ കണ്ടിട്ട് വരുമ്പോൾ നമുക്ക് സംസാരിക്കാം. ഇനി എങ്ങനെയൊക്കെയാണ് അവൻ ശ്രീനി സാറിൻ്റെ അടുത്ത് കടപ്പെട്ടിരിക്കുന്നത് നമുക്ക് പറയാൻ പറ്റത്തില്ലല്ലോ, അതൊക്കെ ചോദിച്ച് മനസ്സിലാക്കണം. ചിലപ്പോൾ സംസാരിച്ച് മുഷിയും, അതിപ്പോൾ വേണ്ട, പോയിട്ട് വന്നിട്ടാവട്ടെ എന്ന് പറയാണ്. അങ്ങനെ കമലമ്മയെ സമ്മതിക്കുന്നുണ്ട്. അത് മതി മാഷേ എന്നും പറഞ്ഞ് സമ്മതിക്കുന്നുണ്ട്. വേദയാണെങ്കിൽ നല്ല രീതിയിൽ നമ്മുടെ വിക്രത്തെ അവഗണിക്കുന്നുണ്ട്. പക്ഷേ വിക്രത്തിന് അങ്ങോട്ട് സഹിക്കാൻ പറ്റുന്നില്ല. അപ്പം വേദയാണെങ്കിൽ ഓഫീസിലോട്ട് പോകാൻ റെഡിയാവുകയാണ്. അപ്പോൾ വിക്രം വന്നിട്ട് പറയാണ്, നീ എന്നെ എങ്ങനെ അവഗണിക്കാതെ, എല്ലാം ശരിയാക്കാം, നീ ഇലക്ഷൻ വരെ ഒന്ന് ക്ഷമിക്കുക, അത് കഴിയുമ്പം നമുക്ക് എന്താണെന്ന് വെച്ചാൽ തീരുമാനിക്കാം എന്ന് പറയണം. പക്ഷേ വേദ ഒന്നും മിണ്ടാതെ ഇറങ്ങി പോവാണ്. ഇറങ്ങി പുറത്തോട്ട് ചെല്ലുമ്പോഴത്തേക്ക് അച്ചമ്മ വരികയാണ്. അച്ചമ്മ വന്നിട്ട് അവിടെ വീഡിയോ ഒക്കെ എടുക്കുന്നുണ്ട്. ഇവിടെ അയ്യപ്പ ദീപം നടത്താൻ പോകുന്നു, അതിൻ്റെ മുന്നോടിയായ ഒരുക്കങ്ങളൊക്കെ നടക്കുക എന്നും പറഞ്ഞ് അവിടെ നടക്കുന്ന ഒരുക്കങ്ങളെല്ലാം വീഡിയോ എടുത്ത് കാണിക്കുന്നുണ്ട്. അപ്പോഴാണ് വേദ ഇങ്ങോട്ട് വരുന്നത്. അപ്പം വേദ എടുത്ത് പറയാണ്, മോളിന്ന് ഓഫീസിൽ പോവുകയാണോ? പോണ അച്ചമ്മേ, ഉച്ചയാകുമ്പോഴത്തേക്ക് വരണേ മോളെ എന്നും പറഞ്ഞ് വിടുന്നുണ്ട്. അപ്പം അച്ചമ്മയെ കണ്ട് അച്ചമ്മയായിട്ട് നന്നായിട്ട് സംസാരിക്കുമ്പോൾ വേദയ്ക്ക് ഭയങ്കര സങ്കടം വന്ന്, എന്താ മോളെ മുഖമൊക്കെ വല്ലാതിരിക്കുന്നത്? ഏയ് ഒന്നുമില്ല അച്ചമ്മയെന്നും പറഞ്ഞ് വേദ ഇറങ്ങുവാണ്. അപ്പോഴും കണ്ണ് നിറയുന്നുണ്ട് വേദയുടെ. സമയത്ത് അച്ചമ്മ വന്ന കാര്യം നന്ദിനി ഓടിച്ചെന്ന് കമലമ്മ എടുത്ത് പറയുന്നുണ്ട്. അപ്പോൾ അകത്തോട്ട് ചെല്ലുമ്പോഴത്തേക്ക് കമലമ്മ അച്ചമ്മയ്ക്കാണെങ്കിൽ നാരങ്ങ വെള്ളം കൊണ്ടു കൊടുക്കുന്നുണ്ട്. ആഹാ, ഞാൻ വന്നപ്പോഴേ നീ നാരങ്ങ വെള്ളം കൊണ്ടുവന്നല്ലോ. അത് നന്ദിനി പറയാണ്, ഞാൻ അച്ചമ്മ വന്ന് പറഞ്ഞായിരുന്നു, അതാ അമ്മ നാരങ്ങ വെള്ളം എടുത്തതെന്ന് പറയാണ്. ഓ, നീ പറഞ്ഞാണ് ആ തള്ള വന്നിട്ടുണ്ടെന്നായിരിക്കും പറഞ്ഞതെന്ന്. അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല, എന്തൊക്കെയാണ് അച്ചമ്മ ഈ പറയുന്നതെന്നും പറഞ്ഞ് നന്ദിനിയാണെങ്കിൽ അച്ചമ്മയെടുത്ത് പിണങ്ങിയാണ്. അച്ചമ്മ കുറേ കളിയൊക്കെ ആക്കുന്നുണ്ട്. അങ്ങനെ നന്ദിനി അങ്ങ് കയറിപ്പോവാണ്. ഈ സമയത്ത് വിക്രമും അവിടെ നിൽപ്പുണ്ട്. കാരണം എന്ത് ചെയ്യുന്ന അച്ചമ്മ ചോദിക്കണം. അത് പനിയായിട്ട് കിടക്കുക, നല്ലൊരു ദിവസമായിട്ടാവും പനിയായിട്ട് കിടക്കുവാണോ, ഞാൻ അവനെ ഒന്ന് കണ്ടെന്നും പറഞ്ഞുകൊണ്ട് അച്ചമ്മ അകത്തേക്ക് കയറിപ്പോവാണ്. ഈ സമയത്ത് ശ്രീനിസാറിൻ്റെ വീട്ടിൽ ഫോൺ ബില്ലടിക്കുകയാണ്. അപ്പോൾ സുധോണ്ടൊന്ന് ഫോൺ കൊടുക്കുന്നുണ്ട്. ഫോൺ കൊടുക്കുമ്പം ഫോൺ എടുത്ത് കഴിഞ്ഞ് ശ്രീനിസാറൊന്ന് ഞെട്ടുന്നുണ്ട്. അപ്പം സുധോയ്ക്കണേ, എന്താ ശ്രീനിയേട്ടാ, എന്താ കാര്യം? വേദയുണ്ടല്ലോ എനിക്കെതിരെ കേസ് കൊടുത്തേക്കുന്നത്. കേസോ? ആ, ഞാൻ ഒന്ന് പാർട്ടി ഓഫീസർ റിപ്പോർട്ടെന്ന് പറഞ്ഞ് ശ്രീനി സാർ ഇറങ്ങി അങ്ങ് പോവുകയാണ്. എന്തായാലും വേദ ശ്രീനി സാറിനെതിരെ കേസ് കൊടുത്തിട്ടുണ്ട്. ശ്രീനി സാർ ഇലക്ഷന് നിൽക്കുന്നതിനെതിരെയാണ് കേസ് കൊടുത്തേക്കുന്നത് വേദ. ശ്രീനി സാറ് പാർട്ടി ഓഫീസിലേക്കും അതുപോലെ വക്കീലെ കാണാനായിട്ടൊക്കെ പോവുകയാണ്. ഈ സമയത്താണെങ്കിൽ ഓഫീസിൽ നിന്ന് വൈകിട്ട് വേദ വീട്ടിലേക്ക് വരികയാണ്. അപ്പോൾ കമലമ്മയ്ക്ക് വീണ്ടും വേദയെ പിടിച്ചെടുത്ത് ചോദിക്കുന്നുണ്ട്, എന്താ മോളെന്താ നല്ലൊരു ദിവസമായിട്ട് ഇത്രയും വിഷമിച്ച് നിൽക്കുന്നത്? മോൾ ഉച്ചയ്ക്ക് വരാമെന്ന് പറഞ്ഞാണല്ലോ, എന്നിട്ട് ഇത്രയും താമസിച്ച് എന്താ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ഇതൊക്കെ കേൾക്കുമ്പോഴത്തേക്ക് വേദയ്ക്ക് ഭയങ്കര വിഷമം വരുന്നുണ്ട്. എന്താ മോളെ, എന്തെങ്കിലും കാര്യം ഉണ്ടെങ്കിൽ എന്നോട് പറ. എന്താ പറയാണ്, എൻ്റെ ഈ വീട്ടിലെ താമസം മതിയാക്കി അമ്മേ, ഞാൻ ഇവിടുന്ന് പോവുകയാണ്, ഇനി ഈ വീട്ടിൽ ഞാൻ കാണത്തില്ല എന്ന് വേദ പറയാണ്. ഇത് കേൾക്കുമ്പോഴത്തേക്ക് കമലമ്മ ഞെട്ടുവാണ്. എന്താ മോളെ, എന്താ ഈ പറയുന്നത്? അതേ അമ്മേ, ഞാൻ ഈ വീട്ടിലെ താമസം മതിയാക്കി. അപ്പം കമലമ്മ കരഞ്ഞുകൊണ്ട് ചോദിക്കുകയാണ്, നീ എന്താ ആ തീരുമാനം എടുക്കാൻ കാരണം? അപ്പോൾ വേദ പറയാണ്, വേദ ഇങ്ങനെ ആലോചിച്ച് നിന്നിട്ട് കള്ളം പറയാണ്. അത് വിക്രം എങ്ങനെ പറഞ്ഞാലും വിക്രം ഇനി ഒരിക്കലും നന്നാവാൻ പോകുന്നു എനിക്ക് തോന്നുന്നില്ല. ഇപ്പോഴും ആ ശ്രീനിസാറിൻ്റെ പുറകെ തന്നെയാണ്. അയാൾ പറയുന്നത് പോലെ കേൾക്കുന്ന ഒരു പാവം മാത്രമാണ് വിക്രം. ഇനി വിക്രത്തെ മാറ്റിയെടുക്കുകയെന്ന് വെച്ചാൽ വലിയ പാടാണ്. എല്ലാവരും ശ്രമിച്ച് ഞാനും ശ്രമിച്ച് എന്തെങ്കിലും നന്നാവും എന്നുള്ളൊരു പ്രതീക്ഷയുണ്ട്. പക്ഷേ വിക്രം ഒരിക്കലും നന്നാവുമെന്ന് തോന്നുന്നില്ല എന്നും പറഞ്ഞ് വേദ അങ്ങ് പോവുകയാണ്. ഇത് കേൾക്കുമ്പോഴത്തേക്ക് കമലമ്മയ്ക്ക് ഭയങ്കര സങ്കടമൊക്കെ വരുന്നുണ്ട്. കമലമ്മ നേരെ വിക്രത്തിൻ്റെ അടുത്തോട്ട് ചെല്ലുകയാണ്. അപ്പം വിക്രത്തിൻ്റെ അടുത്ത് ചോദിക്കുകയാണ്, ഡാ നീയും വേദയും തമ്മിൽ എന്താ പ്രശ്നം? എന്താ കുറേ ദിവസമായല്ലോ പ്രശ്നങ്ങൾ എന്ന് ചോദിക്കുകയാണ്. അത് അവൾക്ക് ഇഷ്ടമല്ല ഞാൻ ശ്രീനിസാറിൻ്റെ കൂടെ പോകുന്നത്. പക്ഷേ ശ്രീനിസാറിൻ്റെ പേരും പറഞ്ഞ് അവൾ എന്തൊക്കെയോ മറച്ചു വെക്കുന്നുണ്ട്. അവൾ ശ്രീനിസാറിൻ്റെ പേരെടുത്ത് ഇടുന്നുണ്ടെന്നേ ഉള്ളൂ, കാരണം മറ്റൊന്നോ ആണ്. എന്തായാലും ഞാൻ അയ്യപ്പ സന്നിധിയിൽ പോയിട്ട് വരട്ടെ അമ്മേ, എന്താണെന്ന് ഞാൻ കണ്ടുപിടിക്കുന്നുണ്ടെന്ന് വിക്രം പറയാണ്. കമലമ്മ പറയാണ്, അതുവരെ എന്താ അമ്മേ അതുവരെ? അപ്പം കമലമ്മ പറയണ, ഒന്നുമില്ല, നീ സന്തോഷത്തോടെ അയ്യപ്പനെ കണ്ടിട്ട് വാ എന്നും പറഞ്ഞ് കമലമ്മ അങ്ങ് പോവുകയാണ്. പറയാൻ വന്ന കാര്യം കമലമ്മ പറയാതെ പോവുകയാണ്. തന്നെ വിക്രത്തിന് വേദ പറഞ്ഞ കാര്യമൊന്നും അറിയാൻ കഴിയുന്നില്ല. വിക്രം ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. വൈകിട്ടാണെങ്കിൽ അയ്യപ്പ ദീപം തെളിയിക്കാനുള്ള സമയമൊക്കെ ആയി. അപ്പം പൂജകളും കാര്യങ്ങളൊക്കെ നടക്കുമ്പോഴും കമലമ്മയുടെ മനസ്സിൽ ഭയങ്കര സങ്കടവും വിഷമവുമാണ്. കാരണം വേദ പറഞ്ഞ കാര്യം തന്നെ വീണ്ടും വീണ്ടും ഓർമ്മ വരികയാണ്. ആണെങ്കിലും പൂജയ്ക്ക് മുന്നിൽ തന്നെ വേദയുണ്ട്. അങ്ങനെ കമലമ്മ വേദയെ വിളിക്കുകയാണ്, വേദയെന്നും പറഞ്ഞു. അപ്പോൾ വേദ നല്ല സുന്ദരിയായിട്ട് ഒരുങ്ങി പൂജയ്ക്കുള്ള കാര്യങ്ങൾക്കായി വരികയാണ്. അപ്പം വേദയെ കാണുമ്പോൾ കമലമ്മയ്ക്ക് ഭയങ്കര സന്തോഷമാകുന്നുണ്ട്. അതുപോലെ തന്നെ മനസ്സിൽ നല്ല സങ്കടമുണ്ട്. ഇതൊക്കെയാണ് വിശേഷം. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യണേ, അതുപോലെ തന്നെ സപ്പോർട്ട് ചെയ്യണേ.